കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ള പാഠമാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ പാഠമാണ്. ദൈവത്തെ അറിയുക എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതായ നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചർച്ചയിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവത്തെ വെളിപ്പെടുത്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദൈവത്തെ വെളിപ്പെടുത്തുന്നതായ കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്രിസ്തു എന്തിനു വേണ്ടിയാണ് വന്നത്, എപ്രകാരമാണ് ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയത് എന്നുള്ളതായ കാര്യങ്ങളൊക്കെ ദൈവ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ചരിത്ര പുസ്തകം എന്ന വണ്ണം നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ക്രിസ്തുവിനെ നേരിട്ട് കാണുന്നതിനും യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ അറിയുന്നതിനുമുള്ളതായ അവസരമുണ്ടായി. എന്നാൽ കാലം കഴിഞ്ഞ് നാം ഇന്ന് ഏകദേശം 2000 വർഷങ്ങൾക്ക് പിന്നിൽ നിൽക്കുമ്പോൾ ആ ക്രിസ്തു ജീവിച്ചതിൻ്റേതായ വഴികളെ പിന്തുടരുവാനാണ് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ദൈവത്തെ അറിയുക എന്നുള്ളതായ പാഠത്തിൽ ഇന്ന് മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. പാസ്റ്റർ മഹേഷ്, ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ചിത്രം എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവനുണ്ട്, അതെനിക്ക് സാക്ഷ്യം പറയുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. അതായത് തിരുവെഴുത്തുകളാണ് നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെ വരച്ച് കാട്ടുന്നതായിട്ടുള്ള ഒരു പാഠപുസ്തകം. പഴയ നിയമപുസ്തകം നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമപുസ്തകത്തിലുടനീളം പ്രവാചകന്മാർ വാക്തത്വ മശിഹയെക്കുറിച്ച് അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് വരച്ച് കാട്ടിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മോശ പ്രവാചകൻ തുടങ്ങി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ മലഖയുടെ പുസ്തകം വരെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ വലുതും ചെറുതുമായ പ്രവാചകന്മാരെല്ലാം വരുവാനിരിക്കുന്ന മശിഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി പുതിയ നിയമപുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സുവിശേഷങ്ങൾ എഴുതിയതായിട്ടുള്ള സുവിശേഷകന്മാർ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എപ്രകാരമായിരുന്നു എന്ന് കാണിച്ചു തരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് നമ്മൾ നോക്കുമ്പോൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ പ്രവാചകന്മാർ എന്ത് പ്രവചിച്ചോ അത് തന്നെയാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ തലമുറയിൽ നമ്മൾ ആരും കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. എന്നാൽ ക്രിസ്തു പറയുന്നത് ക്രിസ്തുവാണ് പിതാവായ ദൈവത്തെ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നു എന്നാണ്. എന്നാൽ നമ്മൾ കാണാതെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തോമസിനോട് പറഞ്ഞു, നിങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. അപ്പോൾ ഈ തലമുറയിൽപ്പെട്ട നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ സ്വർഗത്തിലെ ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്. പാസ്റ്റർ രാജു, കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പല കാര്യാദികളിലൂടെ മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുകയുണ്ടായി. ചില കഥകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ആ കഥയിലെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിൽ പ്രസിദ്ധമായ ചില കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്? പ്രസിദ്ധമായ ചില കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തു ദൈവികതയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ദൈവം എവിടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ എന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ദൈവം ക്രിസ്തു പറഞ്ഞത്, എന്നെ കണ്ടവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവിക സാന്നിധ്യം എന്ന് പറയുമ്പോഴത്തേന് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവം എല്ലായിടത്തുമുണ്ട്. ഓമിനി പ്രസൻറ്റ്, ഓമിനി പൊട്ടൻ്റ്. അപ്പോൾ ദൈവിക സാന്നിധ്യവും ദൈവിക സാദൃശ്യവും അതുപോലെ തന്നെ ദൈവികമാകുന്ന അനുഭവവും അത് അവർക്ക് ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത് ക്രിസ്തുവിൽ കൂടിയാണ്. ക്രിസ്തു തന്നെയാകുന്നു യഥാർത്ഥ ദൈവമെന്നും അല്ലെങ്കിൽ ദൈവിക ചിന്തയുള്ള വ്യക്തിയെന്നും
അവർ പലപ്പോഴും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞു, കർത്താവേ, ഞാൻ അല്ലെങ്കിൽ നിനക്കും മറ്റ് അപ്പോസ്തലന്മാർക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്കൊക്കെയും പാർക്കുവാൻ തക്കവണ്ണം ഞങ്ങളൊരു കൂടാരം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൂടെ ഉള്ളപ്പോൾ പോലും അവർ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയാഞ്ഞ ഒരവസ്ഥയിൽ ദൈവത്തെ അവർക്ക് മനസ്സിലാക്കി വെളിപ്പെടുത്തി കൊടുത്തു ഓരോ അത്ഭുത പ്രവർത്തികളെ കൊണ്ടും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ നാം തിരിച്ചറിയുന്നത് തൻ്റെ പ്രവാചകന്മാരിൽ കൂടി ദൈവം പൂർണ്ണമായിട്ടും അവർക്ക് ആരാകുന്നു എന്ന് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് വരും തലമുറയ്ക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയതോടൊപ്പം ദൈവത്തെയും വെളിപ്പെടുത്തി. ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നതിന് ചില ഉപമകൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നതായിട്ട് കാണും. നല്ല ഇടയൻ, അല്ലെങ്കിൽ നല്ല ശമരിയക്കാരൻ, ഇങ്ങനെയുള്ളതായ പല കഥകളും കഥാപാത്രങ്ങളും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ് ആ സ്ഥാനത്ത് നിൽക്കുന്നതായ വ്യക്തിയാണ് ദൈവം എന്നുള്ള രീതിയിൽ മനുഷ്യനോട് പറഞ്ഞ് പഠിപ്പിക്കുകയുണ്ടായി. പാസ്റ്റർ മഹേഷ്, നമുക്ക് പഠിക്കാനുള്ളതായ പാഠത്തിൽ ഹൗവയും ലൂസിഫറും തമ്മിലുള്ളതായ ആ സംഭാഷണത്തെക്കുറിച്ചും അവരുടെ ബന്ധത്തെക്കുറിച്ചും ദൈവം അവരോട് നൽകിയതായ വാഗ്ദത്തത്തെക്കുറിച്ചും ഒക്കെയും പ്രതിപാദിക്കും. എന്താണ് ആ ഭാഗം പറയുന്നത്? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം സ്നേഹമാണ്. ദൈവം മുന്നമേ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. തിരുവചനം തന്നെ പറയുന്നു ദൈവം സ്നേഹമാണ് എന്ന്. എന്നാൽ ലൂസിഫർ കടന്നു വന്ന് അവയെ വഞ്ചിക്കുന്നത് ദൈവത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകളെ ലൂസിഫർ തെറ്റായി ചിത്രീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാരണം ലൂസിഫറിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എങ്ങനെയും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യന് വീഴ്ച ഭവിക്കുക, അല്ലെങ്കിൽ ദൈവഹിതത്തിൽ നിന്നും ദൈവകൽപ്പനകളിൽ നിന്നും ദൈവ ഇഷ്ടത്തിൽ നിന്നും തള്ളിയിടുക എന്നുള്ളതാണ് ലൂസിഫറിൻ്റെ തന്ത്രം. അതുകൊണ്ട് തന്നെ ലൂസിഫർ ഇവിടെ അവയുടെ മുന്നിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്നു, നീ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും ഭക്ഷിച്ചാൽ നീ മരിക്കും. അപ്പോൾ ദൈവം പറയുന്നത് അത് ഭക്ഷിക്കുവാൻ പാടില്ല എന്ന്. പക്ഷേ ലൂസിഫർ അവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെ ആയിത്തീരും. ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവസ്നേഹത്തിലാണ് ദൈവം ആദമിനെ അവയും നിലനിർത്തിയിരിക്കുന്നത്. പക്ഷേ ആ ദൈവിക സ്നേഹം നിലനിർത്താതിരിക്കുന്നതിന് വേണ്ടി പിശാച് തെറ്റ് അല്ലെങ്കിൽ കള്ളം ഇവിടെ പ്രകടിപ്പിക്കും. സ്വഭാവത്തെ കുറിച്ചുള്ളതായ ഒരു സംശയം അവരിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു നേരത്തെ പാസ്റ്റർ മഹേഷ് പറഞ്ഞു നിർത്തിയത്, ഹൗവയുടെ മനസ്സിൽ സാത്താൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ളതായ ഒരു സംശയം ജനിപ്പിക്കുകയും ആ സംശയത്തിൽ നിന്ന് ഹൗവ പാപത്തിലേക്ക് വഴുതി വീഴുകയും ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം സാത്താനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ സാത്താൻ എപ്രകാരമാണ് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ളതായ സംശയം മനുഷ്യനിൽ ജനിപ്പിക്കുന്നത്? അതുപോലെ തന്നെ നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? ലൂസിഫർ ചെയ്തതായ പ്രവൃത്തി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ദൈവം എന്തുകൊണ്ട് മനുഷ്യരാശിയെ സൃഷ്ടിച്ചത് അത് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് മനുഷ്യനോടുള്ളതായ സ്നേഹം കൊണ്ടാണ്. അങ്ങനെ സൃഷ്ടിപ്പിക്കപ്പെട്ടതായ മനുഷ്യൻ തെറ്റ് ചെയ്തതിനുള്ളതായ ആ സാഹചര്യം ഒരുക്കിയതും ലൂസിഫറാണ്, അല്ലെങ്കിൽ പിശാചാണ്. പിശാച് കടന്നു എന്ന് പറഞ്ഞ് പാസ്റ്റർ ഇവിടെ പ്രതിപാദിച്ചതാണ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന്. ദൈവ സാദൃശ്യത്തിലുണ്ടാക്കിയ ആ മനുഷ്യന് പിന്നെ ദൈവത്തെ പോലെ ആകേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ലംഘനമാണ് പിന്നീടുണ്ടായ സമയത്ത് ദൈവത്തിൽ നിന്ന് മനുഷ്യരാശിയെ എന്നേക്കുമായിട്ട് അകറ്റുവാനിടയായി തീർന്നത്. പിന്നീടുള്ളതായ ഒരു തലമുറയ്ക്ക് പോലും ദൈവത്തെ മുഖാമുഖം കാണുവാനായിട്ട് സാധ്യമായിട്ടില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ ചരിത്രങ്ങളൊക്കെയും നിലനിൽക്കുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കുവാനും മനുഷ്യനെ വീണ്ടെടുക്കുവാനും ഒരു രക്ഷാപദ്ധതി ദൈവം ഒരുക്കി. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരേണ്ടതായിട്ട് വന്നത്. അഥവാ ഗോഡ് ഇൻകാർണേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹ്യൂമൻ ബീയിങ്. ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. ആ രക്ഷകനിൽ കൂടിയാണ് യഥാർത്ഥ ദൈവത്തെ വീണ്ടും ഇന്നത്തെ തലമുറയ്ക്ക് കാട്ടിത്തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തു തന്നെ പ്രസ്താവിച്ചത്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത്, മനുഷ്യ ഹൃദയങ്ങളെ ദൈവം എപ്രകാരം സ്വാധീനിക്കുന്നു, ആര് മുഖാന്തരം? ക്രിസ്തു മുഖാന്തരം. അപ്പോൾ മനുഷ്യരായിരിക്കുന്ന ഞാനും നിങ്ങളും ഇന്നത്തെ തലമുറയോട് പറയേണ്ടത്, ക്രിസ്തു എന്ന രക്ഷകനിൽ കൂടി മാത്രമേ എനിക്കും നിങ്ങൾക്കും പിതാവായ ദൈവത്തെ
ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് എന്നും ആ ദൈവത്തിൻ്റെ കരുതൽ എന്താണ് എന്നും ആ ദൈവം ഒരുക്കുന്ന രക്ഷാപദ്ധതി എന്താണ് എന്നും നാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും നമുക്ക് സാധ്യമായി തീരുന്നു. പാസ്റ്റർ, ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം തന്നെ, ദൈവത്തിൻ്റെ സിംഹാസനം തന്നെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എന്താണ് പറയുന്നത്? വാസ്തവമായി നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു, ദൈവം സ്നേഹമാണ്, അതോടൊപ്പം ഗോഡ് ഈസ് ഹോളി, ദൈവം പരിശുദ്ധനാണ് എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ ചില കാര്യങ്ങളും വിശുദ്ധമാണ്, പരിശുദ്ധമാണ് എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ കൽപ്പനകൾ വിശുദ്ധവും ന്യായവും നല്ലതുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ആ കൽപ്പനയിലെ മധ്യത്തിലെ 4-ാമത്തെ കൽപ്പന ശബത്ത് വിശുദ്ധമെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തിരുവെഴുത്തുകൾ വിശുദ്ധമെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. കാരണം ഇതൊക്കെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കുന്നു. ദൈവം വിശുദ്ധമായിരിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ സ്വഭാവം വിശുദ്ധമായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നു, അത് വിശുദ്ധമാണ് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായിരിക്കണം എന്നാണ് സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നത്. ക്രിസ്തു പല കാര്യങ്ങളെ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നത് പോലെ നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചം എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധരാകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം വസിക്കണം. അവയ്ക്ക് വീഴ്ച ഭവിച്ചു, പാപം ഭൂമിയിൽ ഉണ്ടായി. അല്ലെങ്കിൽ ആദമും അവയും പാപം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ പാപം ഈ ഭൂമിയിൽ ആവിർഭവിച്ചു. അല്ലെങ്കിൽ ദൈവത്തിനോട് സഖ്യം ചേരുന്നതിന് പകരം പിശാചിനോട് സഖ്യം ചേർന്നപ്പോൾ അവർക്ക് വീഴ്ച ഭവിച്ചു. അവരുടെ പരിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടു. എന്നാൽ ആ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ കർത്താവ് യേശുക്രിസ്തു വന്നു. ആ ക്രിസ്തു വിശുദ്ധ ജീവിതം നയിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, രക്ഷാപദ്ധതി അല്ലെങ്കിൽ രക്ഷ ഒരുക്കി നൽകി. ആ ക്രിസ്തുവിൽ നമ്മളായിത്തീരുന്നതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിശുദ്ധി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ രാജു, ദൈവത്തിൻ്റെ സ്വഭാവം വിശുദ്ധി എന്നതുപോലെ തന്നെ വേദപുസ്തകത്തിലെ ഒരു പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം ആകുന്നു. അപ്പോൾ ഈ സ്നേഹമാകുന്നതായ ദൈവത്തെ നാം എങ്ങനെയാണ് വിവരിക്കുന്നത്? സ്നേഹമാകുന്ന ദൈവത്തെ അത് ദൈവീകതയിൽ കൂടി നമുക്ക് കാണുന്നതിനേക്കാൾ ഒരു നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇല്ലാത്തിടത്ത് നമുക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. അത് വ്യക്തിബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും അതുപോലെ തന്നെ സമൂഹത്തെയും മൊത്തത്തിൽ ഒന്നിച്ചു നിർത്തുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമുണ്ട്, ജോൺ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം അത് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ഒരു രക്ഷാപദ്ധതിയായി തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടി നമുക്ക് നൽകിയിരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആർജിക്കേണ്ടത്. ആ ഒരു പ്രതിഫലനമെന്ന് പറയുന്നത് പാസ്റ്റർ മുമ്പേ പ്രതിപാദിച്ചത് തന്നെ കാര്യമാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, ദൈവത്തിൻ്റെ ശബ്ദനെ ആചരിക്കുക, ദൈവവുമായിട്ടുള്ള ഒരു ഈടാർന്ന ബന്ധത്തിൽ എപ്പോഴും ആയിത്തീരുക. അങ്ങനെ ആയിത്തീരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഭൂമിയിലെ ജീവിതത്തിൽ യാതൊരു വിധമാകുന്ന ഉലച്ചിൽ തട്ടാതെ ദൈവവുമായിട്ട് നമുക്കൊരു ഈടാർന്ന ബന്ധത്തിൽ എപ്പോഴും മുൻപോട്ട് തുടർന്ന് പോകുവാനായിട്ട് സാധ്യമായി തീരും. പക്ഷേ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? സ്വാർത്ഥതയിലേക്ക് നമ്മുടെ വിരൽ ചൂണ്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ വാഞ്ച ദൈവീകതയിൽ നിന്ന് അകന്നു പോകുവാനോ ഇടയായി തീർന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവസ്നേഹം നമുക്ക് അന്യമായി പോകും. ആയതുകൊണ്ട് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം ഓർത്തിരിക്കേണ്ടത് എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുക. കാരണം എല്ലാത്തിൻ്റെയും കാരണഭൂതൻ ആരാണ്? ദൈവമാണ്. അതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് ദൈവ സ്നേഹമാണ്. അതുകൊണ്ട് ദൈവസ്നേഹമില്ല എങ്കിൽ നമുക്കൊരിക്കലും ഒരു നല്ല ദൈവ പൈതലായി ജീവിപ്പാൻ കഴിയുകയില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കാരണമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ മനുഷ്യന് സമമായ ഒരു ജീവി വേണം എന്ന ആശയത്തോടു കൂടിയാണ്
മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ഈ മനുഷ്യനെ ദൈവവുമായി നിരപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. വാസ്തവമായി ദൈവത്തെ നാം അറിയുകയാണ് എങ്കിൽ നാം ദൈവ പദ്ധതിയെയും അറിയുകയും മനസ്സിലാക്കുകയും അതിൽ വസിക്കുകയും ചെയ്യും. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഈ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ എങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും? ഇവിടെ സൃഷ്ടിപ്പ് നോക്കുമ്പോൾ ആദ്യത്തെ 6 ദിവസം കൊണ്ട് ദൈവം സകലതും സൃഷ്ടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 1:1 പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അത് പാഴും ശൂന്യവും ഇരുളും നിറഞ്ഞതായിട്ടുള്ള, അതുപോലെ തന്നെ വെള്ളം നിറഞ്ഞിരുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തെ ദൈവം 6 ദിവസം കൊണ്ട് മനോഹരമാക്കി തീർക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ജീവൻ്റെ തുടുപ്പുകളെ നിലനിർത്തുവാൻ തക്ക വിധത്തിൽ ദൈവം ഈ ഭൂമിയെ ഒരുക്കിയതിന് ശേഷം, കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം ഒരുക്കി വച്ചതിന് ശേഷമാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇത്രയും സർവശക്തനായ ദൈവം, ദൈവത്തെക്കുറിച്ച് പറയുന്നത് എലോഹിം, അത്യുന്നതനായ ദൈവം, ആ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം മനുഷ്യൻ്റെ മൂക്കിനടുത്തേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയും അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുകയും ചെയ്തു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ഇവിടെ ദൈവം എത്രത്തോളം താഴ്മ ധരിച്ചു എന്നും എത്രത്തോളം സ്നേഹവാനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നതായിട്ടുള്ള ഒരു ദൈവം, ഇത്രയും ശക്തമായ സൃഷ്ടികൾ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ ജീവൻ പ്രദാനം ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവം ആ സൃഷ്ടിപ്പിന് ശേഷം വീഴ്ച ഭവിച്ചതായിട്ടുള്ള മനുഷ്യന് വീണ്ടെടുപ്പ് നൽകുന്നതിന് വേണ്ടിയും ആ അവസാനത്തെ ശ്വാസം വരെ മനുഷ്യൻ്റെ മൂക്കിലോതിയ ആ ശ്വാസം നിലച്ച് മരിക്കേണ്ടതായിട്ടുള്ള, 2ാം മരണത്തിൽ തീർന്നു പോകേണ്ടതായിട്ടുള്ള മനുഷ്യന് വേണ്ടി പുത്രനായ ക്രിസ്തു തൻ്റെ അവസാന ശ്വാസവും നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതാണ് സൃഷ്ടിപ്പിലും വീണ്ടെടുപ്പിലും ആ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പാസ്റ്റർ രാജു, ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 36-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയാണ് ചില പ്രധാന കാര്യങ്ങൾ? ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വായിക്കുകയാണെങ്കിൽ 1-ാമത്തെ 36-24 വായിക്കുമ്പോൾ പറയുന്നത്, അവൻ്റെ പ്രവൃത്തി മഹിമപ്പെടുവാൻ ഓർത്തുകൊള്ളുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ മനുഷ്യനെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു. നമ്മൾ ഇവിടെ പാസ്റ്റർ പ്രതിപാദിച്ച തന്നെ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് പറഞ്ഞാൽ പോലും ദൈവീകമാകുന്ന ആ സ്വരൂപത്തിൽ തന്നെ സൃഷ്ടിക്കണമെന്നുള്ളതായ ദൈവത്തിൻ്റെ വലിയൊരു വാഞ്ച. മറ്റുള്ള സൃഷ്ടികളെ പോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ല, ദൈവത്തെപ്പോലെ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ജീവശ്വാസമാണ് പകർന്നു നൽകിയിരിക്കുന്നത്. ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേനാണ് ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വീണ്ടും ദൈവം മറ്റൊരു രൂപത്തിൽ വന്നിതാ മനുഷ്യനെ അവസാന ശ്വാസം നൽകി വീണ്ടും ജീവൻ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അവൻ എങ്ങനെയാണ് നമ്മളുടെ ഏത് പ്രതിസന്ധികളിൽ, ഇവിടെ പറയുന്ന എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും അവയിൽ നിന്നൊക്കെയും നമുക്ക് വിടുതൽ നൽകുവാൻ തക്കവണ്ണം കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് സാധ്യമാണ്. പക്ഷേ കേവലം മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും ഒരിക്കലും ദൈവത്തിൻ്റെ കരുതൽ എന്താണ്, ദൈവത്തിൻ്റെ സംരക്ഷണം എന്താണ്, ദൈവത്തിൻ്റെ നമ്മോടുള്ളതായ സ്നേഹം എന്താണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ആ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ദൈവിക സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ദൈവികമാകുന്ന അനുശാസനങ്ങളിൽ നിന്ന് നാം എന്ത് ചെയ്യുന്നു, വെളിയിൽ പോകുന്നത്. ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഒരു ഭാരമായി തോന്നുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വിശുദ്ധമാകുന്ന ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത് നമുക്ക് അതൊരു ഭാരമായി തോന്നുന്നത്. ഇതൊക്കെയും നമുക്ക് അനുവർത്തിക്കാൻ കഴിയണമെങ്കിൽ എന്താണെന്നറിയാമോ, ദൈവത്തിന് നമ്മളോടുള്ളതായ ആ അളവറ്റതായ സ്നേഹം എത്രമാത്രമാണ് എന്ന് ഞാനും നിങ്ങളും രുചിച്ചറിയണം. ഇവിടെ അത് പറയാണ്, ദൈവം എവിടെയൊക്കെയാണ്, സമുദ്രത്തിൻ്റെ അടിയിൽ തട്ടിൽ നാം ആയിരുന്നാൽ പോലും അവിടെയും ദൈവത്തിൻ്റെ അറിയുന്നു. നാം ഏത് ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ദൈവം നമ്മെ അറിയുന്നു. അപ്പോൾ അത്രമാത്രം കരുതുന്ന ഒരു ദൈവത്തെ നമ്മൾ വളരെ നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിക്ക് അനുസരിച്ച് നിയന്ത്രിക്കുന്ന അവസ്ഥയാണെങ്കിൽ ദൈവം എന്ന് പറയുന്നത് നമുക്ക് മുകളിലാണോ നമുക്ക് സമനാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് പാസ്റ്റർ മഹേഷ്, ഇമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്,
ദൈവം നമ്മോടുകൂടെ, ഈ ഒരു പദപ്രയോഗത്തിൻ്റെ, ഈ പേരിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാണ്? ഇവിടെ യെശയ്യാ പ്രവാചകൻ മുന്നമേ പറഞ്ഞിരിക്കുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്ന്. അത് തന്നെ മറിയയിൽ കർത്താവായി യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോഴും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം നമ്മോട് കൂടെ? ദൈവം സദാസമയത്ത് നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു ദൈവമാണ്. നമ്മൾ സൃഷ്ടിപ്പിൻ്റെ സമയം കഴിഞ്ഞു നോക്കുമ്പോൾ ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കിയിരിക്കുന്നതായിട്ടുള്ള ദൈവം, തിരുവചനം പറയുന്നത്, ഓരോ സന്ധ്യായാമത്തിങ്കലും വെയിലാറിയതായിട്ടുള്ള സമയത്ത് സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ്റെ അടുക്കലേക്ക് വരുന്നു, മനുഷ്യനോടൊപ്പം വസിക്കുന്നു, മനുഷ്യൻ്റെ കാര്യാദികളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഒരു ഈടാർന്ന ബന്ധം, ഒരു ആശയവിനിമയം ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്നു. അവിടെ ദൈവം എപ്പോഴും മനുഷ്യനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ദൈവം നമ്മോട് കൂടെ എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ആ വീഴ്ച ഭവിച്ചതിന് ശേഷവും മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായി. ആ ഒരു അവസ്ഥയിലും ദൈവം മനുഷ്യനെ വിട്ടുകളയുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെയും പറയുന്നു, പുറപ്പാട് 25:8, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അവിടെയും മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇനി നമ്മൾ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ വെളിപാടുകാരനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമെന്ന്. അവിടെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കും എന്ന്. ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ദൈവം ഇത്രത്തോളം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെന്ന് കാണുവാൻ സാധിക്കും. ദൈവം നമ്മോട് കൂടെ അന്നും ഇന്നും എന്നും നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ദൈവം മനുഷ്യനെ ഒരു പേഴ്സണലൈസ്ഡ് ബീയിങ് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ മനുഷ്യനോടൊപ്പം ദൈവം വസിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. ദൈവത്തിന് മനുഷ്യനോടൊപ്പം വസിക്കുവാൻ, മനുഷ്യനെ ദൈവത്തോടൊപ്പം നിരപ്പ് പ്രാപിക്കുവാൻ തക്കോണമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ത്യാഗോജലമായ ജീവിതമൊക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ സർവ്വശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചർച്ചയിലേക്ക് പങ്കെടുത്തതായ പാസ്റ്റർ രാജു ജോസഫിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ പാസ്റ്റർ മഹേഷ്, താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം വസിക്കുവാൻ ആഗ്രഹമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.